ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ പുതു നിയമത്തിൽ മറ്റു രണ്ട് പദങ്ങൾ, ഒന്ന് ഡുനാമിസ് ആണ്, ഡുനാമിസ്, മറ്റൊന്ന് എക്സൗസിയ എന്ന വാക്കാണ്, എക്സൗസിയ. ഈ രണ്ട് വാക്കുകളും ദൈവത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്കിൽ തന്നെ പലതരത്തിലുള്ള വാക്കുകളുണ്ട്. അതായത് ഒരു അർത്ഥത്തെ കൺവേ ചെയ്യാൻ അതിന്റെ ഡിഗ്രി അനുസരിച്ച് മാറും. ഡുനാമിസ് ആയാലും എക്സൗസിയ ആയാലും ദൈവത്തിന്റെ ശക്തി തന്നെയാണ്, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ദ ഹയസ്റ്റ് ഫോം, ദ ഹയസ്റ്റ് പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയുടെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് എപ്പിക്കൈറ്റ്സോ. അതാണ് ഇവിടെ ദൂതൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ മേൽ ദ എപ്പിക്കൈറ്റ്സോ, ദൈവത്തിന്റെ അത്യുന്നത ഏറ്റവും ശക്തി നിന്റെ മേൽ വരും. അതായത് അസാധ്യമെന്ന് മനുഷ്യർ മുഴുവൻ പറയുന്ന ഈ കാര്യത്തെ സാധ്യമാക്കാൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പുതുനിയമത്തിൽ 3 സ്ഥലത്താണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പിക്കൈറ്റ്സ് എന്ന വാക്ക് 3 സ്ഥലത്താണ്. ഒന്നാമത്തത് ഞാൻ ഈ പറഞ്ഞ സ്ഥലമാണ്. മറ്റൊന്ന് മർറൂ മലയിൽ. നമുക്കറിയാം മർറൂ മല എന്ന് വെച്ചാൽ യേശു ട്രാൻസ്ഫിഗർ ചെയ്ത മലയാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ യേശുവിനോടൊപ്പം ആയിരിക്കുമ്പോൾ അവിടെ എഴുതുന്ന മേഘം, ഒരു മേഘം നേരിട്ടു. അവിടെ ഉപയോഗിച്ച വാക്ക് എപ്പിക്കൈറ്റ്സ്. ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ആ മലയുടെ മേൽ ഇറങ്ങി. ലിറ്ററലി യേശുവിന്റെ ശരീരം വെളിച്ചം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. ആ ശരീരത്തിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ഇറങ്ങിയ സ്ഥലമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ മേൽ ഈ എപ്പിക്കൈറ്റ്സ് വന്നത് കാണാൻ പറ്റും. The greatest power of God, ദൈവത്തിന്റെ അത്യന്തമായ ശക്തി പത്രോസിന്റെ മേൽ വന്നപ്പോൾ പത്രോസ് ഇങ്ങനെ നടന്നു പോകുന്നു. ആളുകൾ നോക്കി, സംതിങ് റേഡിയേറ്റിംഗ്, അവന്റെ ശരീരം എന്തോ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നു. ആളുകൾ, പത്രോസ് പ്രാർത്ഥിച്ചില്ല, പത്രോസ് വേറെ ഒന്നും ചെയ്തില്ല. നടന്നു പോകുമ്പോൾ വഴികളിൽ, പാതയോരത്ത് ആളുകളെ, രോഗികളെ കൊണ്ട് കിടത്തുവാൻ തുടങ്ങി. എന്തിനാ? പത്രോസിന് നിഴലെങ്കിലും ഒന്ന് അടിച്ചാൽ അവൻ സൗഖ്യമാകും. എന്താ കാര്യം? ദ എപ്പിക്കൈറ്റ്സോ, അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വസിച്ചപ്പോൾ the glory of God rested him. അവന്റെ മേൽ ആ ദൈവ മഹത്വം റെസ്റ്റ് ചെയ്തപ്പോൾ അവൻ പോയപ്പോൾ അവന്റെ നിഴലിൽ പോലും രോഗികളെ സൗഖ്യം.